ഇടകളിൻ സഭയിൽ ഉറക്കത്തിൽ കിടക്കും ജനം മറന്നു തിരുകൃപകൾ. ഉറക്കത്തിൽ കിടക്കും ജനം മറന്നു തിരുകൃപകൾ. പൂർവപിതാക്കളിൽ പകർന്ന നിന്നുണർവിനെ പകരണമാത്മനാഥ. പൂർവപിതാക്കളിൽ പകർന്ന നിന്നുണർവിനെ പകരണമാത്മനാഥ. ഉണർവിൻ പ്രഭുവേ ഉണർവിൻ രാജാ വന്നിടണേ ജയവാ. ഇടകളിൻ സഭയിൽ അമേൻ. ഉണർവിൻ പ്രഭുവേ ഉണർവിൻ രാജാ വന്നിടണേ ജയവാ. ഇടകളിൻ സഭയിൽ വേട്ടയാലോടി തളർന്ന ഇളവൻ പോലിത ഞാൻ. വേട്ടയാലോടി തളർന്ന ഇളവൻ പോലിത ഞാൻ. വരുന്നു ആദരമായി തിരുസവിധേ ആശ്വാസദായകനേ അമേൻ. വരുന്നു ആദരമായി തിരുസവിധേ ആശ്വാസദായകനേ. ഉണർവിൻ പ്രഭുവേ ഉണർവിൻ രാജാ വന്നിടണേ ദയവാൻ. ഇഴകളിൻ സഭയിൽ ഉണർവിൻ പ്രഭുവേ ഉണർവിൻ രാജാ വന്നിടണേ ദയവാൻ. ഇഴകളിൻ സഭയിൽ ജീവിത ക്ലേശങ്ങളാ വൻമേടുകൾ കാണുമ്പോൾ. ജീവിത ക്ലേശങ്ങളാ വൻമേടുകൾ കാണുമ്പോൾ തല്ലും തളരാതെ ധൈര്യമായി ജയിപ്പാൻ ശക്തി പകർന്നിടണേ അമേൻ. തെല്ലും തളരാതെ ധൈര്യമായി ജയിക്കാൻ ശക്തി പകർന്നിടണേ. ഉണർവിൻ പ്രഭുവേ ഉണർവിൻ രാജാ വന്നിടണേ ജയവായ അമേൻ. ഇടകളിൻ സഭയിൽ ഉണർവിൻ പ്രഭുവേ ഉണർവിൻ രാജാ വന്നിടണേ ജയവാമേൻ. ഇടകളിൻ സഭയിൽ ആകാശമേഘങ്ങളിൽ അരുടനായി വരുമ്പോൾ. ആകാശമേഘങ്ങളിൽ അരുടനായി വരുമ്പോൾ അങ്ങേ മോദമായി സ്വാഗതം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ അമേൻ. അങ്ങേ മോദമായി സ്വാഗതം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഉണർവിൻ പ്രഭുവേ ഉണർവിൻ രാജാ വന്നിടണേ ജയവാമേൻ. ഇടകളിൻ സഭയിൽ അമേൻ. ഉണർവിൻ പ്രഭുവേ ഉണർവിൻ രാജാ വന്നിടണേ ജയവാ. ഇടകളിൻ സഭയിൽ അമേൻ ആമേൻ. ഹല്ലേലൂയ ആമേൻ ആമേൻ ആമേൻ. യേശുവേ നന്ദിയപ്പാ നന്ദിയപ്പാ. ഹല്ലേലൂയ യേശുവേ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉയർപ്പിൻ ജീവനായി നിത്യാജീവൻ നൽകും. ഉയർപ്പിൻ ജീവനായി നിത്യാജീവൻ നൽകും. കർത്താവിനോടുകൂടെ നിത്യവാസമാമേ. കർത്താവിനോടുകൂടെ നിത്യവാസമാമേ. അവനിടം വിട്ടു ശരീരബദ്ധനായ അവനിടം വിട്ടു ശരീരബദ്ധനായ ചോവേ വലഞ്ഞാലഞ്ഞു ഞാനെന്നോടടുക്കുമേ. ചോവേ വലഞ്ഞാലഞ്ഞു ഞാൻ വീടോടടുക്കുമേ. എൻ പ്രിയൻ പാർപ്പിടം മനോഹരകർമ്മ്യം. എൻ പ്രിയൻ പാർപ്പിടം മനോഹരകർമ്മ്യം. മുത്തുകളർമ്മീതമ 12 ഗോപുരം. മുത്തുകളർമ്മീതമ 12 ഗോപുരം. കണ്ടാനന്ദിച്ചിടാ നിത്യമായി
അതാണ് ഈ പൈശാചിക ശക്തി എന്ന് പറയുന്നത്. യെഹെസ്കേൽ പ്രവചനം 28 അധ്യായം 11 മുതൽ 17 വരെ വായിക്കുമ്പോൾ, യെശയ്യാ പ്രവചനം 14 അധ്യായം 11 മുതൽ 17 വരെ വായിക്കുമ്പോൾ, 1 യോഹന്നാന്റെ ലേഖനം 3:8 വായിക്കുമ്പോൾ, 1 തിമോഥെയോസ് ലേഖനം 3:16 ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ലൂസിഫറിന്റെയും ദൂതന്മാരുടെയും അല്ലെങ്കിൽ ലൂസിഫറിനോട് ചേർന്ന് പ്രവർത്തിച്ച ദൂതന്മാരുടെയും വീഴ്ചയും അതിന്റെ കാരണങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ലൂസിഫർ എന്ന കെരൂബ്, ദൈവത്തിന്റെ വചനം പറയുന്നത് അനോയിന്റഡ് അല്ലെങ്കിൽ അഭിഷിക്ത കെരൂബ് എന്നാണ്. അപ്പോൾ അഭിഷിക്ത കെരൂബായ ഈ ലൂസിഫർ എങ്ങനെയാണ് അവൻ പിശാചായി മാറിയതെന്ന് നമ്മള് ഇന്ന് രാത്രിയിൽ കേൾക്കുവാനിടയായിത്തീർന്നു. നമുക്ക് ഈ ലൂസിഫറിന്റെ പ്രത്യേകതകളൊന്ന് പഠിച്ചു വരുന്നെങ്കിലേ അവന്റെ വീഴ്ചയുടെ ആഴം മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഞാൻ ഒന്ന് ഷോർട്ടായിട്ടാണ് പറഞ്ഞത് എങ്ങനെയാണ് ലൂസിഫർ സാത്താനും പിശാചുമായി മാറിയതെന്നുള്ളത്. നമുക്ക് ലൂസിഫറിന്റെ പ്രത്യേകത നമുക്കൊന്ന് നോക്കാം. യെഹെസ്കേൽ പ്രവചനം 28 അധ്യായം 11 മുതൽ 17 വരെ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഞാൻ ഈ രാത്രിയിൽ എടുത്തു വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പതുക്കെ ഈ ലൂസിഫറിന്റെ അല്ലെങ്കിൽ സാത്താനായി മാറിയ ഈ ലൂസിഫറിന്റെ സൃഷ്ടിപരമായ പ്രത്യേകത എന്താണെന്ന് പറയാം. ഒന്നാമത്തേത് ചിറക് കൊണ്ട് മറയ്ക്കുന്ന കെരൂബായിരുന്നു എന്നാണ് മലയാളം പറയുന്നത്. എന്നാൽ ഇംഗ്ലീഷ് വേർഷനിൽ യു വെയർ ദ അനോയിന്റഡ് കെരൂബ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അഭിഷിക്തനായ ഒരു കെരൂബായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. അഭിഷിക്തനായ ഒരു കെരൂബായി ആയിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ 13 മുതൽ വായിക്കുമ്പോൾ അവൻ മാതൃകാമുദ്രയായിരുന്നു എന്ന് പറഞ്ഞാൽ സമ്പൂർണതയുടെ ദൃഷ്ടാന്തമായിരുന്നു. അടുത്തത് ജ്ഞാനസമ്പൂർണനായിരുന്നു, സൗന്ദര്യ സമ്പൂർണനായിരുന്നു, നവരത്നങ്ങൾ കൊണ്ടും തിളക്കമുള്ള സ്വർണങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവനായിരുന്നു, ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. അതേ, വിശുദ്ധ പർവ്വതത്തിൽ അവനെ ഇരുത്തിയിരുന്നു, അഗ്നിമയ രഥങ്ങളുടെ നടുവിലൂടെ അവൻ സഞ്ചരിച്ചു പോയിരുന്നു, പ്രത്യേക ഉത്തരവാദിത്വങ്ങളും പദവികളുമുള്ള വ്യക്തിയായിരുന്നു ഈ കെരൂബാകുന്ന ലൂസിഫർ എന്ന് പറയുന്നത്. നവരത്നങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവനാ. ഈ നവരത്നങ്ങളിൽ സൂര്യകാന്തമുണ്ട്, നീലക്കല്ലുണ്ട്, മരതകമുണ്ട്, മാണിക്യമുണ്ട്, ഇങ്ങനെ വ്യത്യസ്തമായ രത്നങ്ങളാണ്. ഈ സൂര്യകാന്തം എന്ന് പറയുന്ന സൺസ്റ്റോണിന്റെ പ്രത്യേകത ഒന്ന് ഞാൻ ഒന്ന് പറയട്ടെ. പോസിറ്റീവ് എനർജി, അത് ധരിച്ചാൽ പോസിറ്റീവ് എനർജി ലഭിക്കുന്ന ഒരു പ്രത്യേക രത്നമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന രത്നമാണ്. ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്ന രത്നമാണ്. ഇച്ഛാശക്തിയും നേതൃത്വ പാഠവും ലഭിക്കുന്ന സ്വാധീനമുള്ള ഒരു രത്നമാണ് സൂര്യകാന്തമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. രണ്ടാമത്തെ നീലക്കല്ല് ധരിക്കപ്പെട്ടവനായിരുന്നു. ഏകാഗ്രത, ശ്രദ്ധ, സമാധാനം, ആത്മീയ ബോധം, ആരോഗ്യപരമായ രക്ഷ, വിഷവസ്തുക്കളൊക്കെ നീക്കം ചെയ്യുന്ന പ്രത്യേകതയുള്ള രത്നങ്ങളായിരുന്നു. നോക്കണമേ, ഇങ്ങനെ നവരത്നങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ദൈവത്തിന്റെ തേജസ്സനിലേക്ക് അടിക്കുമ്പോൾ അവനിൽ നിന്ന് പുറപ്പെടുന്ന പ്രത്യസ്തമായ വർണ്ണ രാജികൾ ഏവരെയും ആകർഷിക്കുന്ന പ്രത്യേകതയുള്ളവനാണ്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ജ്ഞാനം കൊണ്ടും സൗന്ദര്യം കൊണ്ടും പദവി കൊണ്ടും തേജസ് കൊണ്ടും വ്യാപാരം കൊണ്ടും മറ്റെല്ലാ ആത്മീയ ജീവികളെക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനമുണ്ടായിരുന്ന ലൂസിഫർ എന്താണ് സംഭവിച്ചതെന്ന് തിരുവചനത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണും. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും പ്രത്യേകതയുള്ള ഈ കെരൂബ് പാപം ചെയ്ത് പിശാചും സാത്താനുമായി മാറിയത്? യെഹെസ്കേൽ പ്രവചനം 28 അധ്യായത്തിന്റെ 17 വാക്യം വായിക്കുമ്പോൾ, ആ വാക്യം ഒന്ന് വായിക്കാം. യെഹെസ്കേൽ 28:17 വാക്യം. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു, നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി,
ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ട് രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ട് കളഞ്ഞു. മതി. അപ്പോൾ അഭിഷിക്തനായ ഈ കെരൂബ് എങ്ങനെയാണ് സാത്താനായി മാറിയതെന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് നോക്കാം. അവന് പ്രത്യേകത ഞാൻ പറഞ്ഞു. ഒന്നാമത് 3 നിമിത്തങ്ങളാണ്. ഒന്നാമത്തേത് സൗന്ദര്യം നിമിത്തം ഹൃദയം ഗർവിച്ചു. ഗർവിക്കുക എന്ന് പറഞ്ഞാൽ നിഗളിച്ചു, അഹങ്കരിച്ചു എന്നുള്ളത് കാര്യമാണ്. നമുക്ക് ലോകത്തിലേക്ക് നോക്കുമ്പോൾ സൗന്ദര്യം നിമിത്തം നിഗളിക്കുന്നവരെ കാണുവാൻ കഴിയുന്നു, ജ്ഞാനം നിമിത്തം നിഗളിക്കുന്നവരെ കാണുവാൻ കഴിയുന്നു, സ്ഥാനമാനങ്ങൾ നിമിത്തം നിഗളിക്കുന്നവരെ കാണുവാൻ കഴിയുന്നു, ഭൗതിക സമ്പത്തും കുലീനതയും നിമിത്തം നിഗളിക്കുന്നവരെയും അഹങ്കരിക്കുന്നവരെയും കാണുവാൻ കഴിയുന്നു, ആരോഗ്യമുള്ള ശരീരം നിമിത്തം അതേ 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 നിഗളിക്കുന്നവരെ കാണുവാൻ കഴിയുന്നു, അധികാരങ്ങളും ശക്തിയും നിമിത്തം അഹങ്കരിക്കുന്നവരെ കാണുവാൻ കഴിയുന്നുണ്ട്. തന്റെ പ്രത്യേക നിമിത്തം ദൈവത്തിന്റെ വചനം പറയുന്നത് കെരൂബായിരുന്ന സാത്താൻ നിഗളിച്ചു എന്ന്. ജ്ഞാനം നിമിത്തം നിഗളിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ട് ഒരു കഥയുണ്ട്. അത് ഇപ്രകാരമാണ്. ഒരു ജ്ഞാനിയായ മനുഷ്യൻ ഒരു പുഴ കടന്നപ്പുറത്ത് പ്രത്യേക ക്ലാസ് എടുക്കാൻ പോകുവാൻ തക്കവണ്ണം കടത്തുകാരന്റെ അടുക്കലെത്തിയ കഥ. കടത്തുകാരന്റെ വള്ളത്തിൽ കയറി മനുഷ്യൻ മുൻപോട്ട് പോയപ്പോൾ കടത്തുകാരനോട് ഈ ജ്ഞാനിയായ മനുഷ്യൻ ചോദിച്ചു, നിനക്ക് സൈക്കോളജിയെ കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കടത്തുകാരനാണ്, ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, എനിക്ക് സൈക്കോളജി ഒന്നും തന്നെ അറിയത്തില്ലെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിന്റെ 4% നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയത്. രണ്ടാമത് പറഞ്ഞു, നിനക്ക് തിയോളജിയെ കുറിച്ച് വല്ലതും അറിയാമോ? അദ്ദേഹം പറഞ്ഞു, ഞാനിതൊന്നും പഠിച്ചിട്ടില്ല, എനിക്കിതിനെ പറ്റിയൊന്നും അറിയത്തില്ലെന്ന്. അദ്ദേഹം ഈ പണ്ഡിതനായ മനുഷ്യൻ പറഞ്ഞു, നിന്റെ പകുതി ജീവിതം നഷ്ടപ്പെട്ടു പോയെന്ന്. വീണ്ടും അദ്ദേഹം ചോദിച്ചു, നിനക്ക് കോസ്മോളജിയെ കുറിച്ച് വല്ലതും അറിയാമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്ക് ഒട്ടും അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാനതൊന്നും പഠിച്ചിട്ടില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, നിന്റെ 3/4 ജീവിതം തീർന്നെന്ന് പറഞ്ഞു. ഇങ്ങനെ വെള്ളം മുമ്പോട്ട് പോകുമ്പോൾ പെട്ടെന്ന് കാറും കോളും ആകാശത്ത് ഉണ്ടായി, കാറ്റടിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ വള്ളക്കാരൻ ചോദിച്ചെന്നാ പറയുന്നത്, നിനക്ക് നീന്തോളജി അറിയാമോ? അപ്പം പണ്ഡിതൻ പറഞ്ഞു, ഇല്ലെന്ന് പറഞ്ഞു. പറഞ്ഞു, നിന്റെ മുഴുവൻ ജീവൻ നഷ്ടപ്പെടാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ വള്ളം പറഞ്ഞു. ഈ പണ്ഡിതനായ മനുഷ്യൻ ആ പുഴയുടെ ആഴങ്ങളിലേക്ക് അവൻ ഇറങ്ങിപ്പോയി. എന്നാൽ നീന്തറിയാവുന്ന ഈ കടത്തുകാരൻ ആ മനുഷ്യൻ നീന്തി രക്ഷപ്പെട്ടെന്ന് കാണുവാൻ കഴിയുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇന്ന് രാത്രി നമ്മൾ അഹങ്കരിക്കുവാൻ പാടില്ല. ഏതെങ്കിലും നല്ലൊരു സൗന്ദര്യമുണ്ടെങ്കിൽ അഹങ്കരിക്കുവാൻ പാടില്ല, ഭൗതിക സമ്പത്തുണ്ടെങ്കിൽ അഹങ്കരിക്കാൻ പാടില്ല, കുലീനമായ അവസ്ഥ ഉണ്ടെങ്കിൽ അഹങ്കരിക്കാൻ പാടില്ല, ജ്ഞാനമുണ്ടെങ്കിൽ അഹങ്കരിക്കാൻ പാടില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതൊക്കെ ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൂതി ഞാൻ പറയട്ടെ, അതെല്ലാം ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് വേണ്ടത്. ഉസിയ രാജാവ് ബലവാനായപ്പോൾ 2 ദിനവൃത്താന്തം 26:16 വായിക്കുന്നു, അഹങ്കരിച്ചിട്ട് അഭിഷിക്തനായ പുരോഹിതൻ മാത്രം ചെയ്യേണ്ട ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ആലയത്തിൽ കടന്നപ്പോൾ പുരോഹിതൻ പറഞ്ഞു, ഉസിയ രാജാവേ, നീ ചെയ്യുന്നത് മണ്ടത്തരമാണ്, ഇത് നിനക്ക് തന്നിട്ടുള്ള ശുശ്രൂഷയല്ല എന്ന് പറഞ്ഞ് അവനെ ശാസിക്കുമ്പോൾ, അവനെ പുറത്താക്കുമ്പോൾ കുഷ്ഠം അവന്റെ ശരീരത്തിന്മേൽ പൊങ്ങിയെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് രാത്രി പറയട്ടെ, ഹല്ലേലൂയ, ദൈവം ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ, അതെ ഹല്ലേലൂയ, അഭിഷിക്തന്മാർ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ അവർ ചെയ്യുമ്പോൾ ആരും അവരെ തടയുവാൻ ഒരിക്കലും ഹല്ലേലൂയ ബന്ധപ്പെടരുതെന്ന് ഇന്ന് രാത്രി ഒരു ദൂതായി ഞാൻ വിളിച്ചു പറയുകയാണ്. പ്രത്യേകമായ 5 വിധ ശുശ്രൂഷകളാണ് ദൈവം നൽകിയിരിക്കുന്നത്. അതിനോട് കൂടെ എല്ലാ ദൈവമക്കൾക്കും സുവിശേഷം പറയുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള വിവിധമായ കൃപാവരങ്ങൾ നൽകിയിട്ടുണ്ട്. വരങ്ങളെ 2ആയിട്ട് തിരിക്കാം. 1 ശുശ്രൂഷാവരമാണ്, 2 കൃപാവരമാണ്. ശുശ്രൂഷാവരങ്ങൾ പ്രത്യേകതയുള്ള 5 വരങ്ങളാണ്. അതിനെ വിശദീകരിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഉസിയാവ് നിഗളിച്ചെന്ന് കാണുവാൻ കഴിയുന്നു. രണ്ടാമത് നിഗളിച്ച മറ്റൊരു വ്യക്തി ബൈബിളിലെ നെബൂഖദ്നേസറാണ് നിഗളിച്ചത്. ദാനിയേലിന്റെ പ്രവചനപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ധനമഹ
മഹാത്മ്യമെല്ലാം വന്നപ്പോൾ അദ്ദേഹം നിഗളിച്ചെന്ന് കാണുവാൻ കഴിയുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ ധനമാഹാത്മ്യത്താൽ പടുത്തുയർത്തിയ അതെ കൊട്ടാരം എന്ന് പറഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ടെന്നാ പറയുന്നത്. അവന്റെ രാജ്യത്വം എണ്ണിയിട്ട് അവനെ പുല്ല് തീറ്റുന്ന പശുവാക്കി മാറ്റിയെന്ന് വചനം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ സുവിശേഷ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളോട്, ഈ ശബ്ദവീചികൾ കടന്നു ചെല്ലുന്ന ഏതൊക്കെ പ്രദേശമുണ്ടോ അവിടുത്തെ എല്ലാം ജനത്തോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, ഹല്ലേലൂയ. അതെ, നമ്മൾ പ്രശംസിക്കേണ്ടത് എന്തെന്നറിയാമോ? ബൈബിൾ പറയുന്നു, അതെ, യിരെമ്യാവിന്റെ വചനം പറയുന്നു, ആമേൻ, ധനത്തിൽ പ്രശംസിക്കരുത്, ബലത്തിൽ പ്രശംസിക്കരുത്, ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ ദൈവം നൽകിയ നീതിയിലും ദൈവം നൽകിയ കൃപയിലും ദൈവം നൽകിയ ദാനങ്ങളിലുമാണ് പ്രശംസിക്കേണ്ടതെന്ന് കാണുവാൻ കഴിയുന്നു. ഇന്ന് രാത്രി ദൈവം നൽകിയ കൃപകളെ ഓർത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. Praise the Lord. Hallelujah. അപ്പോൾ എന്താണ് എന്താണ് ലൂസിഫറിന് സംഭവിച്ചതെന്ന കാര്യം വിശദീകരിക്കുകയാണ്. ഇന്ന് രാത്രി പറയട്ടെ, ഹല്ലേലൂയ. ഒന്നാമത് ദൈവത്തിന്റെ വചനം പറയുന്നത്, അവൻ ചെയ്തത് അതേ സൗന്ദര്യ നിമിത്തം ഹൃദയം ഗർവിച്ചു എന്നാണ് കാണുവാൻ കഴിയുന്നത്. ഈ വേദഭാഗം എങ്ങനെ ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് കൂടി വരുന്ന ഒരു കവിതയുണ്ട്. അത് മറ്റൊന്നുമല്ല, മേരി ജോൺ എന്ന് പറയുന്ന ആ കവിയത്രി എഴുതിയൊരു കവിത ഇപ്രകാരമുണ്ട്: സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ, എങ്കിലീ നമുക്കു പിന്നെ മാറ്റമൊന്നുമില്ലതിൽ. എത്ര ഉത്തംഗ ശൃംഗത്തിൽ വിരാജിക്കുന്ന മനുഷ്യനാണെങ്കിലും അവസാനം മരണത്തിലൂടെ മാറ്റപ്പെടും. എത്ര ജ്ഞാനിയാണെങ്കിലും. ഇവിടെ സംഭവിച്ചത് സൗന്ദര്യം നിമിത്തം ഹൃദയം ഗർവിച്ചു. രണ്ടാമത്തെ നിമിത്തം പൂർണ്ണ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു, നിന്റെ പ്രഭ നിമിത്തം ജ്ഞാനത്തെ വഷളാക്കി. ദൈവം കൊടുത്ത ജ്ഞാനത്തെ വഷളാക്കി. നമുക്ക് ബൈബിളിൽ ഒരു കഥാപാത്രമുണ്ട്, അഹീതോബൽ എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്. അദ്ദേഹം പറയുന്ന ആലോചനകളൊക്കെ ദൈവത്തിന്റെ ആലോചന പോലെ ആയിരുന്നു എന്നാണ്. ദാവീദിന്റെ കൊട്ടാരത്തിൽ ഒരു മന്ത്രിയായിരുന്നു. എന്നാൽ ഒരിക്കൽ ദാവീദുമായി തെറ്റിയപ്പോൾ തന്റെ മകനായ അഹീതോബലോട് ചേർന്നുകൊണ്ട് ദാവീദിനെ കൊല്ലുവാൻ ആലോചന പറഞ്ഞു. എന്നാൽ ആ ആലോചന ദൈവഹിത പ്രകാരമുള്ള ആലോചനയായിരുന്നില്ല. ഹല്ലേലൂയ. അവന്റെ ജ്ഞാനത്തെ വഷളാക്കിയെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആ ആലോചന നിമിത്തം അവൻ മരണത്തിലേക്ക് പോകേണ്ടതായി വന്നു. ഇന്ന് രാത്രി പിശാച് സാത്താന് ലൂസിഫറിന് വന്ന രണ്ടാമത്തെ പരാജയം, പാപമാ ചെയ്യുവാനുള്ള രണ്ടാമത്തെ പരാജയം എന്ന് പറയുന്നത് ജ്ഞാനത്തെ വഷളാക്കി എന്ന് കാണുവാൻ കഴിയുന്നു. മൂന്നാമത്തത്, നിന്റെ വ്യാപാരത്തിന്റെ നിമിത്തം അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്നിട്ടാണ് പറയുന്നത്, നീ പാപം ചെയ്തു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. എന്താണ് വ്യാപാരത്തിന്റെ പെരുപ്പ് എന്ന് പറയുന്നത്? പലവിധ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ എല്ലാം അവന് കൊടുത്തിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം അവന്റെ ഹൃദയം സാഹസം കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ. അതെ, ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നമ്മളെ പല കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ഉള്ളം ദൈവത്തിൽ ഹല്ലേലൂയ എളിമപ്പെടണമെന്നാണ് വചനം പറയുന്നത്. യേശുവിലേക്ക് നമുക്കൊന്ന് നോക്കാം. ദൈവത്തിന്റെ വചനം പറയുന്നു, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം പറയുമ്പോൾ ഇപ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്, അവൻ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അവൻ താഴ്മയുള്ളവനായി തീർന്നു. അപ്പോൾ ദൈവം അവനെ ഉയർത്തി എന്ന് കാണുവാൻ കഴിയുന്നു. വചനം പറയുന്നു, തന്നെത്താൻ താഴ്ത്തുന്നവരെല്ലാം ഉയർത്തപ്പെടുമെന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. നീ ഹല്ലേലൂയ തക്ക സമയത്ത് ഉയർച്ച പ്രാപിക്കേണ്ടതിന്, പത്രോസ് ആത്മാവിൽ പറയുകയാണ്, തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിപ്പേൻ. ഇന്ന് രാത്രി ചില വിഷയങ്ങളുമായി ഭാരം അനുഭവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ചില വിഷയങ്ങളുടെ നടുവിൽ വേദന അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയാതെ ഇന്ന് രാത്രി ആയിരിക്കുന്ന ദൈവപൈതലെ എന്നുള്ള ദൂതാണ് പറയുന്നത്, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ താണിരിക്ക. ദൈവം നിന്നെ തക്ക സമയത്ത് ഉയർത്തും. ദൈവം നിനക്ക് തക്ക സമയത്ത് വിടുതൽ നൽകും. ദൈവം നിനക്ക് വേണ്ടി തക്ക സമയത്ത് തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ തക്ക സമയത്ത് നിന്നെ ഉയർത്തുവാനായി പോകുകയാണ്. എന്നാൽ കെരൂബായ ലൂസിഫറിന് വന്ന പരാജയം
അവന്റെ വ്യാപാരത്തിന്റെ വലിപ്പം നിമിത്തം അവന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞെന്ന് കാണുവാൻ കഴിയുന്നു. എന്നിട്ടാ പറയുന്നത് പാപം ചെയ്തു. എന്താണ് പാപം ചെയ്തത്? ഇത്രയും പ്രത്യേകതയുള്ള, ഇത്രയും സൗന്ദര്യമുള്ള, ഇത്രയും ജ്ഞാനമുള്ള, മാതൃകാമുദ്രയായിരുന്ന, ഹല്ലേലൂയ, അഗ്നിമയ രഥങ്ങളിലൂടെ സഞ്ചരിച്ചു പോരുന്ന ലൂസിഫർ എന്തുകൊണ്ടാണ് പാപം ചെയ്തത്? വചനം പറയുന്നു, ഇതെല്ലാം നിമിത്തം അവൻ ദൈവത്തെ മറന്നുപോയി, ദൈവത്തിന്റെ മഹത്വം മറന്നുപോയി, ദൈവത്തിന്റെ കൃപ മറന്നുപോയി, ദൈവത്തിന്റെ ഹല്ലേലൂയ നിത്യതയുടെ അനുഭവം, ദൈവത്തിന്റെ സർവശക്തിയുടെ അനുഭവം, ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ അനുഭവം അവൻ മറന്നുപോയെന്ന് കാണുവാൻ കഴിയുന്നു. ഇന്ന് രാത്രി ലോകത്തോട് വിളിച്ചു പറയട്ടെ, ആ ലോകമേ, ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ മഹത്വം മറന്നു പോകരുത്. അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന കർത്താവാണ്. ഇപ്പൊ ഇത്രയും അവന് വന്നപ്പോൾ ലൂസിഫർ പാപം ചെയ്തെന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ചെയ്ത പാപം? 4 കാര്യങ്ങളെയാണ് ബൈബിൾ കാണുവാൻ കഴിയുന്നത്. എഫേസ്യർ 28 അധ്യായം 11 മുതൽ 17 വരെയും യെശയ്യാ പ്രവചനം 14:11 മുതൽ 17 വരെ വായിക്കുമ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് അവൻ ചെയ്തത്. അവൻ പാപം ചെയ്ത് എന്താണ് ഹൃദയത്തിൽ പറഞ്ഞത് എന്താണ്? അവൻ ഒന്നാമത് പറഞ്ഞ സ്വർഗത്തിൽ മേഘോന്നതകൾക്ക് മീതെ കയറുമെന്നാണ് പറഞ്ഞത്. ഒന്നാമത്. 2, എന്റെ സിംഹാസനം നക്ഷത്രങ്ങളുടെ മീതെ വെക്കും. 3, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിൽ നിന്നുകൊണ്ട് ഞാൻ അരുളും. 4, ഞാൻ അത്യുന്നതനോട് സമനാകും. ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവൻ, ദൈവത്തെ ഉയർത്തേണ്ടവൻ, ദൈവത്തെ ആരാധിക്കേണ്ടവൻ, ദൈവം ചെയ്ത മഹത്തരമായ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കി എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവൻ, ആരാധിക്കേണ്ടവൻ. എന്ത് പറ്റിയെന്നറിയാമോ? അവൻ ഹല്ലേലൂയ പാപം ചെയ്തെന്ന് കാണുവാൻ കഴിയുന്നു. എന്താണ് സംഭവിച്ചത്? ഇതവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് അവനെ, അത് യെഹെസ്കേൽ 28:18 വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. ദൈവം അവനെ നിഷ്കാസനം ചെയ്തു. അവന് കൊടുത്തിരുന്ന പദവിയിൽ നിന്ന് അവനെ വെട്ടി താഴെയിട്ടെന്ന് കാണുവാൻ കഴിയുന്നു. എന്നിട്ട് ഈ ലൂസിഫറിന് ന്യായവിധിയും കൽപ്പിച്ചാക്കി. ആമേൻ. 6 ഘട്ടങ്ങളിലൂടെ അവൻ എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്നും അവന്റെ ജീവനിൽ നിന്നും എന്നേക്കുമായി നശിക്കുന്ന ഒരു ക്രമീകരണം ദൈവം ചെയ്തെന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ അവസ്ഥ അവന് കടന്നു വന്നപ്പോൾ അനുതപിക്കുകയോ ദൈവത്തോട് ക്ഷമ ചോദിക്കുകയോ ചെയ്യാതെ ലൂസിഫർ ചെയ്തൊരു പദ്ധതി എന്തറിയാമോ? ഏതാണ്ട് കോടിക്കണക്കിന് ദൂതന്മാരെ അവനോടുകൂടെ വശത്താക്കിയിട്ട് അവിടെ നിന്നും അവൻ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുവാനായി തുടങ്ങി. ദൈവത്തിന്റെ ശത്രുവായി മാറുവാൻ തുടങ്ങി. ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുവാൻ തുടങ്ങി. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നത് അതേ പൈശാചിക ശക്തികളെ ചേർത്തുകൊണ്ട് അവൻ മനുഷ്യനെ പാപത്തിലേക്ക് നയിച്ചെന്ന് കാണുവാൻ കഴിയുന്നു. ആ പാപത്തിലാക്കപ്പെട്ട മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ട് അവനെ തെറ്റിലേക്കും ശാപത്തിലേക്കും രോഗത്തിലേക്കും ലൗകികമായ ജീവിതത്തിലേക്കും മ്ലേച്ഛത്തിലേക്കും ഇന്നും ഈ സാത്താൻ മനുഷ്യനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാത്താനിക ശക്തിയാണ്, അല്ലെങ്കിൽ ഈ പൈശാചിക ഭൂതശക്തിയാണ് ഗദരദേശത്തേക്ക് യേശു കടന്നു എന്നപ്പോൾ അവിടെ വ്യാപരിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് രാത്രി മറന്നു പോകരുത്, സാത്താനിക ശക്തികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഗദരദേശത്ത് ആ ഭൂതഗ്രസ്തന്റെ മുമ്പിൽ അകപ്പെട്ട, അല്ലെങ്കിൽ മുമ്പിൽ വന്ന 3 ശക്തികളെ കുറിച്ചാണ് ഇന്ന് രാത്രി പറയുന്നത്. ഒന്നാമത്തെ ശക്തി പൈശാചിക ശക്തിയാണ്. എങ്ങനെയാണ് ലൂസിഫർ പൈശാചിക ശക്തിയായി മാറിയതെന്നും എങ്ങനെയാണ് ഭൂതാത്മാക്കൾ ഉണ്ടായതെന്നുമാണ് ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവച്ചത്. അങ്ങനെ പൈശാചിക ഭൂതശക്തിയുടെ ആവാസത്താൽ തകർക്കപ്പെട്ട ആ മനുഷ്യന്റെ അടുക്കിലേക്ക് എന്റെ യേശു കടന്നു വരികയാണ്. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ അടുക്കലേക്ക് ഏതെങ്കിലും നിലയിലുള്ള പൈശാചിക ബന്ധനത്തിൽ നീ ആയിരിക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും ഉള്ള പോരാട്ടത്തിൽ നീ ആയിരിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ വിഷയത്തിലേക്ക്, നിന്റെ വിടുതലിന് വേണ്ടി ഇന്ന് രാത്രി അവൻ ആഗതനായിട്ടുണ്ട്. അവൻ പടകിൽ നിന്നും നിന്റെ ഭവനത്തിലേക്ക് നടന്നു വരികയാണ്.
Praise the Lord. Hallelujah. ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയാണ്. ബന്ധനങ്ങൾ അഴിയുന്ന രാത്രിയാണ്. ചില കെട്ടുകൾ പൊട്ടുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി നാളുകളായി നിന്നെ ഒതുക്കി വച്ച ചില മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറുന്ന രാത്രിയാണ്. ആമേൻ. ഹല്ലേലൂയ. ശുശ്രൂഷയുടെ മാറ്റുകൾ ഹല്ലേലൂയ മാറുന്ന വ്യത്യസ്തമായ താലന്തുകൾ ലഭിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് ദൈവജനത്തെ ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. ഈ സാത്താനിക ശക്തി, പൈശാചിക ശക്തി, ഈ ദുരാത്മാക്കൾ ഒരു മനുഷ്യനിലേക്ക് വന്നപ്പോൾ അവന്റെ ശക്തി എങ്ങനെയാണ് വ്യാപരിച്ചതെന്ന് നമുക്ക് തിരുവനന്തപുരത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. നോക്കണമേ, ഒന്ന്, ഭൂതഗ്രസ്തൻ അവന്റെ പാർപ്പിടം കല്ലറകളിലായിരുന്നു എന്ന് പറഞ്ഞാൽ മലിനതയുള്ള സ്ഥലത്താണ് അവൻ ജീവിക്കുന്നത്. അപ്പൊ സാത്താനിക ബാധയുള്ള വ്യക്തികൾ, പ്രത്യേകം ഞാൻ പറയാം, മലിനതകളിലേക്ക് ഓടിപ്പോകുവാൻ ആഗ്രഹമുള്ളൊരു മൈൻഡ് ആ വ്യക്തിക്കുണ്ടാകുമെന്ന് കാണുവാൻ കഴിയും. നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ മദ്യത്തിനും മയക്കുമെന്ന് അടിമകളായി പോകുന്ന അനേകരെ കാണുവാൻ കഴിയുന്നുണ്ട്. ലോക സുഖങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്ന മനുഷ്യരെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇതിന്റെ പിമ്പിലെല്ലാം പ്രവർത്തിക്കുന്ന ശക്തി മാനുഷിക ശക്തികളല്ല ദൈവമക്കളെ. ഇതിന്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളുണ്ട് എന്ന് വചനം വ്യക്തമായി നമ്മളെ ഗ്രഹിപ്പിക്കുകയാണ്. രണ്ടാമത്തെ പ്രത്യേകത, വസ്ത്രം ധരിക്കാതിരിക്കുകയാണ്. ഈ ഭൂതഗ്രസ്തൻ എന്താണ് പ്രശ്നം? ഈ ഭൂതാത്മാവ് ബാധിക്കുമ്പോൾ, ഈ ഭൂതശക്തി ബാധിക്കുമ്പോൾ സുബോധം നഷ്ടപ്പെട്ടു പോകുകയാണ്. ബോധമില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. നമ്മുടെ ഷാജി സാറ് ഇതിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ആ സംഭവം ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ആ പെൺകുട്ടിയെ കല്ലുകൊണ്ട് ഇടിച്ചു കൊല്ലുവാൻ തക്കവണ്ണം പ്രേരണ നൽകിയത് ആരാണ്? അല്ലെങ്കിൽ ബോധമില്ലാത്തവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അതെ, ഇന്ന് രാത്രി പറയട്ടെ, ലോകം മുഴുവനും സാത്താനിക ശക്തിയുടെ വ്യാപാരത്താൽ ബോധം നഷ്ടപ്പെട്ട അനേകരെ കാണുവാൻ കഴിയുന്നു. ഒരിക്കൽ നമുക്ക് ഈ ബോധം നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ കരുണാസമ്പന്നായ കർത്താവ് നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് പറയുവാൻ കഴിയും, യേശു എന്നെ വിടുവിച്ചു, യേശു എന്നെ രക്ഷിച്ചു, യേശു എന്റെ അബോധാവസ്ഥകളെ മാറ്റിയിട്ട് എന്റെ ഹൃദയത്തെ തുറന്നു എന്ന് ഇന്ന് രാത്രി പറയുവാൻ കഴിയും. ആമേൻ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ യേശുവിനെ കാണുവാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഈ രക്ഷകരെ അറിയുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ സത്യം ഗ്രഹിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഇന്ന് രാത്രി ദൈവത്തെ ഉയർത്തുകയാണ്. ഞങ്ങളെ കഴിഞ്ഞ ദിവസം സുവിശേഷ പ്രവർത്തനങ്ങളിൽ പോയപ്പോൾ ഒരു നിരീശ്വരവാദിയായ മനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞു, ദൈവമൊക്കെ പറഞ്ഞു വെറുതെയാ, ചുമ്മാതെയാ, ഹല്ലേലൂയ, ഇതൊക്കെ അസത്യമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ പോലെ, ഞാൻ ശബ്ദം എടുത്താ പറഞ്ഞു, നിങ്ങളെ പോലെ നൂറുകണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ വിളിച്ചു പറഞ്ഞാലും അതിന് മീതെ ഞങ്ങളുടെ ശബ്ദം ഉയരും. കാരണം ഞങ്ങൾ അനുഭവിക്കുന്ന, ഞങ്ങൾ ആശ്രയിക്കുന്ന, ഞങ്ങൾ വിടുതൽ പ്രാപിക്കുന്ന ഞങ്ങളുടെ കർത്താവ് എത്ര ഉന്നതനാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ആ ദൈവത്തോട് സംസാരിച്ചിട്ട് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ചൂടിപ്പോയി. ഇന്ന് രാത്രി നിങ്ങളോട് ശത്രു അതെ ഹല്ലേലൂയ അടുത്തു വരുമ്പോൾ, ഹല്ലേലൂയ ദുഷ്ടനായ പിശാച് അടുത്തു വരുമ്പോൾ പാട്ടുകാരൻ പാടുന്നത് പോലെ ഹല്ലേലൂയ സ്തോത്രം ചൊല്ലി ആരാധിപ്പാൻ ശക്തി നൽകുന്ന ദൈവത്തെ ആശ്രയിക്കണമെന്ന് ഇന്ന് രാത്രി ഈ വചനത്തിലൂടെ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. മൂന്നാമത്തെ പ്രത്യേകത, തന്നെത്താൻ കല്ലുകൊണ്ട് ചതക്കിയ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുക. നേരത്തെ പെന്തക്കോസ്തുകാർ ആത്മഹത്യ ചെയ്തില്ലായിരുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ചിലരൊക്കെ ആത്മഹത്യ ചെയ്യുന്ന കേൾക്കുന്നുണ്ട്. ദൈവമക്കളെ, ഏതു വലിയ പ്രതിസന്ധി വന്നാലും അവിടെ നിന്നെല്ലാം വിടുവിപ്പാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രിയുണ്ട്. എനിക്കൊരു ഡോക്ടറെ അറിയാം. ഞങ്ങള് PAP-യുടെ ഒരു ക്യാമ്പിന് പോയപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ക്യാമ്പിൽ കടന്നു വന്ന് ഞങ്ങളോട് ദൈവത്തിന്റെ വചനം പറഞ്ഞൊരു കർത്താവിന്റെ ദാസനാണ്. താന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നാണ് റിട്ടയർമെന്റ് ലഭിച്ചത്. അദ്ദേഹം അവിടുത്തെ സൂപ്രണ്ടായിട്ടൊക്കെ പ്രവർത്തിച്ച ഒരു ഡോക്ടറാണ്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം ഒരു സാക്ഷ്യം പറഞ്ഞത്, അദ്ദേഹം ഈ ക്യാൻസർ വാർഡിലാണ് അദ്ദേഹം ചികിത്സിക്കുന്നത്. ആ ചികിത്സിക്കുന്ന സമയത്ത് അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും അദ്ദേഹത്തെ ഗവൺമെന്റും അധികാരികളും തന്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുവാൻ തക്കവണ്ണം ക്രമീകരണം ചെയ്ത അനേക സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയെല്ലാം അദ്ദേഹം വിജയിച്ചു. എന്നാൽ ഒരിക്കൽ RCC-യിൽ വെച്ച് അദ്ദേഹം ഒരു ഹിന്ദു പെൺകുട്ടിയുടെ അടുക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാർഡ് സന്ദർശിക്കുമ്പോൾ
ഇരിക്കുമ്പോൾ ആ പെൺകുട്ടിയോട് ഇപ്രകാരം പറഞ്ഞു, മകളെ, നിനക്ക് ബ്ലഡ് ക്യാൻസർ, നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ചികിത്സയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെങ്കിൽ ഞങ്ങളെക്കാൾ ശക്തനായ, ഞങ്ങളെക്കാൾ ഹല്ലേലൂയ സൗഖ്യം നൽകുവാൻ കഴിയുന്ന, മരിച്ചവർ ഉയർപ്പിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ട്. അത് ഡോക്ടർമാരുടെ ഡോക്ടറാണ്. ആ ഡോക്ടറിന്റെ അടുക്കൽ നീ പോയാൽ നിനക്ക് സൗഖ്യമുണ്ടാകുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, സാറേ, ഏതാണ് ആ ഡോക്ടർ? അദ്ദേഹം ആ ഡോക്ടറെ പരിചയപ്പെടുത്തി. ആരാന്നറിയാമോ? നമ്മുടെ രക്ഷകനായ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഞാൻ പറയട്ടെ, അന്ന് ആ രാവിലെ സമയം ആ പെൺകുട്ടിയുടെ തലയിൽ കൈവച്ചിട്ട് ഡോക്ടർ പ്രാർത്ഥിച്ചെന്നാ പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അദ്ദേഹം തന്റെ ജോലിയിലേക്ക് കടന്നുപോയി. എന്നാൽ പിറ്റേ ദിവസം മുതൽ അല്ലെങ്കിൽ ഒരു വലിയ സൗഖ്യത്തിന്റെ വ്യാപാരം ആ പെൺകുട്ടിയുടെ മേൽ വ്യാപരിച്ചു എന്നാണ്. അത്ഭുതകരമായ രക്ഷ. അതെ അതെ അതെ, ബ്ലഡ് ക്യാൻസറിൽ നിന്നും അത്ഭുതകരമായ രക്ഷ ആ പെൺകുട്ടിക്ക് കൊടുത്തു. ആ പെൺകുട്ടി വിവാഹം കഴിച്ചു. ഇപ്പോൾ കുടുംബിനിയായി ജീവിക്കുന്നു. മരണം തൊട്ടില്ല. എന്തെന്നറിയാമോ? മരണത്തെ സൃഷ്ടിച്ചവൻ, മരണത്തിന്റെ കാരണഭൂതനായവൻ, അല്ലെങ്കിൽ മരണത്തെ മാറ്റുവാൻ കഴിയുന്നവൻ ഇന്ന് രാത്രി നമ്മോട് കൂടെയുണ്ട്. യോഹന്നാന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് കർത്താവ് പറഞ്ഞത്, യോഹന്നാനെ, പത്മോസിൽ നീ ഏകാന്തമായിരിക്കുന്നെങ്കിലും മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമാണുള്ളത്, നിന്നെ ആർക്കും തകർക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബലപ്പെടുത്തിയ കർത്താവ് ഇന്ന് രാത്രി നമ്മോട് കൂടെയുണ്ട്. ആർക്കും അവനെ അടക്കുവാൻ കഴിയത്തില്ല. ഭീകരവാദം ഉഗ്രവാദമൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ പൈശാചിക ശക്തിയുടെ പ്രവർത്തനം മൂലമാണ്. ബന്ധിക്കുവാൻ കഴിയത്തില്ല. അക്രമാസക്തനായി മാറുകയാണ്. ബന്ധിക്കാൻ കഴിയത്തില്ല, അക്രമാസക്തനായി മാറുകയാണ്. അതെ, ഹല്ലേലൂയ. അങ്ങനെ ഗദരദേശ ഭൂതഗ്രസ്തൻ ഈ മനുഷ്യന്റെ ഉള്ളിൽ കയറിയിട്ട് അവനെ കൊന്നുകൊണ്ടിരിക്കുക, തകർത്തുകൊണ്ടിരിക്കുക. മദ്യത്തിലേക്ക്, മയക്കുമരുന്നിലേക്ക്, MDMയിലേക്ക് ചെറുപ്പക്കാരെ കൊണ്ടുപോകുന്ന വ്യാപാര ശക്തിയുണ്ട്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നേഴ്സിങ്ങിന് മറ്റും വിടുമ്പോൾ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. കലാലയങ്ങളിൽ അതേ മറഞ്ഞിരിക്കുന്ന ഇത്തിരി പൈശാചിക ശക്തികളുണ്ട്, വ്യാപാരമുള്ള വ്യക്തികളുണ്ട് എന്ന് മറന്നു പോകരുത്. അവർ കൈവശമാക്കി, അവർ തകർത്ത് കളയുവാൻ തക്കവണ്ണം സ്വാധീനമുള്ള വ്യക്തിയാണ്. ഈ സാത്താന്യ ശക്തി ഈ ലോകത്ത് പ്രവർത്തിക്കുമ്പോൾ ലക്ഷ്യം വെക്കുന്ന 3 മേഖലയുണ്ട്. ഈ മേഖല പറഞ്ഞിട്ട് രണ്ടാമത്തെ ശക്തിയായ ദൈവശക്തിയെ കുറിച്ച് പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ സാത്താന്യ ശക്തി ലക്ഷ്യം വെക്കുന്ന 3 മേഖലകൾ. ഒന്ന്, ദൈവത്തിന്റെ പ്രകൃതിയാലുള്ള ക്രമീകരണത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ദൈവം ഒരു ക്രമീകരണം ഈ ലോകത്ത് വെച്ചിട്ടുണ്ട്. സമാധാന സുന്ദരമായ ഒരു ജീവിതമാണ് കർത്താവ് വെച്ചിരിക്കുന്നത്. പരസ്പരം സ്നേഹത്തോടും ഐക്യതയോടും ജീവിക്കണമെന്നുള്ള ദൈവത്തിന്റെ പ്രമാണമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്, അല്ലെ? ഒരുവനൊരു വഴക്കുണ്ടായാൽ എന്ത് ചെയ്യണം? പരസ്പരം ക്ഷമിക്കണമെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ഈ കാലഘട്ടങ്ങളിൽ ആത്മികർ എന്ന് പറയുന്നവർ പോലും ക്ഷമിക്കുവാൻ കഴിയാതെ ഞാനാണ് വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് കേസിനും വഴക്കിനും പോകുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ അവരിലേക്ക് പോകുവാൻ ദൈവം നമ്മെ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ കാണുമ്പോൾ ഓർത്തോണം, ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തികൾ ഏതൊക്കെയാണെന്നും അങ്ങനെ പ്രവർത്തിക്കുന്നവർ എങ്ങോട്ടാണ് പോകുന്നു എന്നുള്ള കാര്യം ഇന്ന് രാത്രി മറന്നു പോകരുത്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം വെച്ചിരിക്കുന്ന ഒരു ക്രമീകരണമുണ്ട്, അതിനെ തെറ്റിച്ചു കളയുവാൻ ശ്രമിക്കുകയാണ്. കൊലപാതകങ്ങളിലൂടെ, തെറ്റായ പ്രവർത്തനങ്ങളിലൂടെ, അതെ ഹല്ലേലൂയ, ദൈവികമായ ക്രമീകരണം തെറ്റിച്ചു കളയുകയാണ് ഒന്നാമത് ചെയ്യുന്നത്. രണ്ടാമത്, ദൈവത്തിന്റെ ധാർമ്മികമായ ക്രമീകരണത്തെ തെറ്റിച്ചു കളയുക. നമുക്കറിയാം, ദൈവത്തിന്റെ ധാർമ്മികമായ ക്രമീകരണത്തിൽ ഒന്നാണ് വിശുദ്ധ വിവാഹം എന്ന് പറയുന്നത്. അതൊരു സ്ത്രീയും പുരുഷനുമാണ് വിവാഹം കഴിക്കേണ്ടത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ മാറ്റമുണ്ടായിരിക്കുകയാണ്. സ്ത്രീയുമായി പുരുഷനുമായുള്ള വിവാഹം, സെയിം സെക്സ് മാരേജ് ആണ് പറയുന്നത്. ഇങ്ങനെയുള്ള അധാർമിക പ്രവർത്തനങ്ങൾ, അബോർഷൻ പോലെയുള്ള അധാർമിക പ്രവർത്തനങ്ങൾ, ഹല്ലേലൂയ, അതെ, ഇതുപോലെയുള്ള പ്രത്യേകമായ പ്രവർത്തനങ്ങൾ, കൊലപാതകം പോലുള്ള പ്രവർത്തനങ്ങൾ, ഇതുപോലുള്ള അധാർമിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ധാർമ്മികതയുടെ ക്രമീകരണത്തെ തെറ്റിച്ചു കളയുക ലോകത്തിൽ മുഴുവനും സാത്താൻ. ഇന്ന് വർത്തമാന പത്രങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂന്നാമത്, ദൈവിക ക്രമീകരണത്തെ ആത്മീയ ക്രമീകരണത്തെ തെറ്റിച്ചു കളയുകയാണ് സാത്താൻ. ദൈവാരാധനയെ മാറ്റി വസ്തുക്കളെ ആരാധിപ്പാൻ ജനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്.
ആത്മീകത അന്ധത പരത്തുകയാണ്. ആത്മീകത മാറ്റിയിട്ട് അത്യാർത്ഥിയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവുകയാണ്. ഭൗതികമാണ് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് അനേകർ സത്യത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുവാൻ തക്കവണ്ണം ജനത്തെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. രണ്ട് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 3-4 വാക്യം വായിക്കുമ്പോൾ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ പ്രസംഗിക്കാതെ മറ്റൊരു യേശു, ഞങ്ങൾ പറയാത്ത മറ്റൊരു സുവിശേഷം, ഞങ്ങളിൽ വ്യാപരിക്കാത്ത മറ്റൊരു ആത്മാവ്. ഈ കാലഘട്ടങ്ങളിൽ ഈ മോസ്റ്റ് മോഡേൺ റോബോട്ടിക് യുഗത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശു എന്ന് പറഞ്ഞ അനേകർ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു, ആത്മാവെന്ന് പറഞ്ഞ അനേകർ ഏറ്റുകൊണ്ടിരിക്കുന്നു, സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി നീ ഏതൊക്കെ വിഷയത്തിലൂടെ കടന്നുപോയാലും, ഏതൊക്കെ പ്രതികൂലങ്ങളെ കടന്നുപോയാലും, സത്യവചനം വിട്ട്, സത്യ യേശുവിനെ വിട്ട്, സത്യാത്മാവിനെ വിട്ട് പിന്മാറി പോകരുത്. ഒരിക്കലും കൺവെൻഷൻ ഒരു മാതാവ് കടന്നുപോയി. അപ്പോൾ ആ മാതാവിനോട് അവിടുത്തെ ഒരാൾ പറഞ്ഞു, സ്തോത്രമൊന്നും പറഞ്ഞേക്കരുത് ആരാധനയ്ക്ക്, മൗനമായിരുന്നാൽ നിങ്ങൾക്കൊരു 2 ചെരുപ്പ് മേടിച്ചിരാന്നു. അന്ന് പാവപ്പെട്ടൊരു മാതാവാണ് ചെന്നത്. വേറൊരു സ്തോത്രമൊന്നും പറയാത്ത ഒരു യോഗത്തിലാണ്. ഈ ഓരോ വചനം കേൾക്കും ഈ മാതാവിന്റെ ഉള്ളിൽ ഇങ്ങനെ സ്തോത്രം പറയാൻ ഇങ്ങനെ വെമ്പൽ കൊള്ളുക. അവസാനം ഈ മാതാവ് എന്തെന്നറിയാമോ? അവസാനം മാതാവ് കരങ്ങൾ ഉയർത്തി പറഞ്ഞു, ചെരുപ്പ് തന്നില്ലെങ്കിലും സ്തോത്രം എന്ന് പറഞ്ഞു. ചെരുപ്പ് തന്നില്ലെങ്കിലും സ്തോത്രം. അതെ, സാത്താനിക ശക്തികൾ, അതേ ലക്ഷ്യം വെക്കുന്ന മേഖലകൾ ദൈവമക്കളെ നമ്മുടെ തലമുറയുടെ മേൽ ലക്ഷ്യം വെക്കുമ്പോൾ, അധർമ്മത്തിലേക്കും അരാജകത്വത്തിലേക്കും കൊണ്ടുപോകുമ്പോൾ ഇന്ന് രാത്രി മറന്നു പോകരുത്, നമ്മെ രക്ഷിച്ച ഒരു യേശുവുണ്ട്. ഈ ഭൂതശക്തിയുടെ പ്രവർത്തനത്തിന്റെ അതേ അത്യുച്ചമായ അനുഭവത്തിൽ നിൽക്കുമ്പോഴാണ് ദൈവശക്തിയാകുന്ന യേശു ക്രിസ്തു പടകിലൂടെ ഗദരദേശത്തേക്ക് കടന്നു വരുന്നത്. 6000 ഭൂതമുണ്ടെന്നാണ് ദൈവത്തിന്റെ വചനം നമുക്ക് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. 6000 അല്ല, 10000 ഭൂതമുണ്ടെങ്കിലും ഇന്ന് രാത്രി പറയട്ടെ, ഒരു മനുഷ്യനെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യനെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യനെ കർത്താവ് രക്ഷിപ്പാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഏതൊക്കെ ശക്തികൾ ഇറങ്ങി വന്നാലും ആമേൻ, എന്റെ ദൈവത്തെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്ന് ഇന്ന് രാത്രി വചനത്തിലൂടെ ഞാൻ വിളിച്ചു പറയുകയാണ്. ഓ, ദൈവശക്തിയാകുന്ന യേശു കടന്നു വരും. വായിക്കാം നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യം നമുക്ക് വായിക്കാം. വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവശക്തിയാകുന്ന യേശു കടന്നു വരുന്ന അനുഭവം. ഒന്ന് വായിക്കാം. യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവെ, ഈ മനുഷ്യനെ വിട്ടുപോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിന്റെ പേരെന്താ എന്ന് അവനോട് ചോദിച്ചതിന് എന്റെ പേര് ലഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് ഞങ്ങളെ അയച്ചു കളയാതിരിക്കാൻ ഏറിയൊന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. യേശു കടലിൽ നിറങ്ങി മുൻപോട്ട് ചെല്ലുമ്പോൾ, അതേ നാളുകളായി പൈശാചിക ശക്തിയാൽ ബന്ധിക്കപ്പെട്ട, നാളുകളായി അശുദ്ധാത്മാക്കൾ തകർക്കപ്പെട്ട, ആലംബഹീനനായ സുബോധമില്ലാത്ത ഈ മനുഷ്യനരികിലേക്കുള്ള കർത്താവായ യേശു ക്രിസ്തു കടന്നു ചെല്ലുകയാണ്. ഇന്ന് രാത്രി യേശുവിന്റെ വചനം തകർന്ന ഹൃദയങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ആമേൻ. ബന്ധിക്കപ്പെട്ടവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ആലംബഹീനനായ വ്യക്തിയുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഇന്ന് രാത്രി വചനം ശ്രദ്ധിക്കുമ്പോൾ ആമേൻ, ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായി ചലിക്കാൻ പോവുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട ദൈവശക്തിയാകുന്ന ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്ന യേശുവിന്റെ അരികിലേക്ക് നമ്മുടെ കർത്താവ് ഇറങ്ങി ചെല്ലുകയാണ്. ആരാണ് നമ്മുടെ കർത്താവ്? ദൈവവചനം പറയുന്നുണ്ട് നമ്മുടെ കർത്താവ് ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കണം. ദൈവശക്തിയാകുന്ന നമ്മുടെ കർത്താവ് ആരാണ്? ചില മഹാത്മാക്കളുടെ അഭിപ്രായത്തിൽ ആരാണെന്ന് ഞാനൊന്ന് പറയാം. ഒന്നാമത്, ആധുനിക ഇന്ത്യയുടെ അതെ മോഡേൺ പരിഷ്കർത്താവെന്ന് അവർ നമുക്ക് അറിയപ്പെടുന്ന സ്വാമി വിവേകാനന്ദൻ
അമേരിക്കയിൽ പോലും പ്രഭാഷണം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ആരാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആത്മാവാം ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, സാർ എനിക്ക് അങ്ങയുടെ ശിഷ്യനായി തീരുവാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിലക്കിയിട്ട് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഉലകത്തിൽ ഗുരുവെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യതയുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശുവിന്റെ ശിഷ്യനായി മാറുവാൻ തക്കവണ്ണം അദ്ദേഹത്തെ പറഞ്ഞയച്ചു. എന്തിനു പറയുന്നു? രവീന്ദ്രനാഥ ടാഗോർ, നോബൽ വിജേതാവായ മനുഷ്യൻ പറഞ്ഞത്, ദൈവിക വെളിപ്പാടിന്റെ ആഴത്തിലുള്ള സ്നേഹത്തിന്റെ പ്രതീകമാണ് യേശു ക്രിസ്തുവെന്ന്. മഹാത്മാഗാന്ധിജി പറഞ്ഞത് മനുഷ്യരാശിയുടെ മഹാഗുരുവെന്നാണ് പറഞ്ഞത്. നെപ്പോളിയൻ ചക്രവർത്തി പറഞ്ഞത് സ്നേഹം കൊണ്ട് സാമ്രാജ്യം തീർത്ത ഏക വ്യക്തിയാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ കർത്താവ് ആരാണ്? ബൈബിൾ പറയുന്നു പരിശുദ്ധിയിൽ സമ്പൂർണനാണ്, നീതിയിൽ സത്യത്തിലും പരിപൂർണനാണ്, സ്നേഹത്തിൽ അവർണ്ണനീയനാണ്, കരുണയിൽ കാരുണ്യ കടലാണ്. അത് അന്ധകാര നിബിഡമായ ലോകത്ത് വെളിച്ചം പരത്തുവാൻ വിശ്വത്തിൽ ഇറങ്ങി വന്ന വിശ്വോത്തര പുരുഷനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. പൗലോസ് ആത്മാവിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്, താൻ മാത്രം അവസ്ഥയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമാണ്. ആ കർത്താവാണ് 2024-25 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന് പാപത്തുനിന്ന് വിടിവിപ്പാൻ അതേ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഇന്ന് രാത്രി ആ യേശുവിനെ ആരാധിപ്പാൻ കൃപ നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ നാഥനാണ് അതേ പടകിലൂടെ തകർന്ന മനുഷ്യന്റെ അരികിലേക്ക് ഇറങ്ങിച്ചെന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്തിനാണ് ഈ ദൈവശക്തിയായ ഈ മനുഷ്യപുത്രൻ ലോകത്തിൽ അതേ എന്തിനാണ് മനുഷ്യനായി അവതരിച്ചത്? ഇന്ന് രാത്രി ഒന്നാമത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. ഇന്ന് ഈ ദൈവത്തിന്റെ ശക്തി അതേ ദൈവപുത്രൻ അല്ല കേട്ടോ, ഇന്ന് രാത്രി പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ എന്ന് പറഞ്ഞാൽ പിശാച് കെട്ടിയ കെട്ടുകളെ അഴിച്ചുകൊണ്ട് നിനക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ, നിനക്ക് സമാധാനം നൽകുവാൻ, നിനക്ക് ആശ്വാസം നൽകുവാൻ, നിനക്ക് ഹല്ലേലൂയ കൃപ നൽകുവാൻ ഇന്ന് രാത്രി യേശു അവതരിച്ചതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്, യേശു ദൈവപുത്രനായി ലോകത്തിൽ വന്നതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് പിശാചിന്റെ കെട്ടുകളെ അഴിക്കാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ വചനം ശ്രമിക്കുമ്പോൾ പിശാചിന്റെ കെട്ടുകളെ അഴിക്കുന്ന കർത്താവിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർന്നില്ല, നമുക്ക് പകരമായി മരിച്ച് പാപമോചനം നൽകി തരുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നത്. രണ്ടാമത്തെ ഉദ്ദേശം. അപ്പൊ ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവശക്തിയായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളാണ്. ഒന്ന്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുക. രണ്ട്, നമുക്ക് പകരമായി മരിച്ച് പാപമോചനം എന്ന വീണ്ടെടുപ്പ് നൽകുക. മൂന്ന്, സത്യം ലോകത്തെ അറിയിക്കുക. നാല്, സമർത്ഥമായി ജീവൻ നൽകുക. അഞ്ച്, മാതൃകയുള്ള ജീവിതം കാണിക്കുന്ന ഇപ്രകാരം ജീവിക്കണമെന്ന് നമുക്ക് കാട്ടിത്തരിക ഹല്ലേലൂയ എന്ന ദൗത്യം കൂടെ കർത്താവിനുണ്ടായിരുന്നു. അടുത്തത് ഹല്ലേലൂയ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തുവാൻ. ഏഴാമത്തത് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ. എട്ടാമത്തത് ന്യായവിധിയെ മാറ്റി നിത്യമായ ജീവൻ നിത്യത നൽകി തരുവാൻ വേണ്ടിയാണ് യേശു മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ ഈ മനുഷ്യന്റെ അടുക്കിലേക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇറങ്ങിച്ചെന്നത്, ദൈവശക്തിയാകുന്ന കർത്താവ് ചെന്നത് എന്തിനാണെന്നറിയാം? അവനിലെ അന്ധകാര ശക്തിയെ തകർത്ത് അവനെ മോചിപ്പിക്കുവാനാണ്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാനാണ്. ഇന്ന് രാത്രി നാം പ്രാർത്ഥിക്കുന്ന മാത്രയിൽ, നാം ആരാധിക്കുമ്പോൾ, നാം വചനം ധ്യാനിക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം ഉപവസിക്കുമ്പോൾ, ഹല്ലേലൂയ ദൈവവചനം ധ്യാനിക്കുമ്പോൾ, യേശു ക്രിസ്തുവുമായുള്ള ആത്മീയ കൂട്ടായ്മ ബന്ധപ്പെടുമ്പോൾ, ഇന്ന് രാത്രി ഹല്ലേലൂയ
അത് കെട്ടുകൾ അഴിയുന്ന രാത്രിയായി മാറുകയാണ്. ആമേൻ. അല്ലെങ്കിൽ ബന്ധനങ്ങൾ അഴിയുന്ന രാത്രിയായി മാറുകയാണ്. ആമേൻ. സമാധാനമില്ലാതെ വണ്ണം നിന്റെ കുടുംബത്തെ തകർത്ത് കളയാൻ ശ്രമിക്കുന്ന അന്ധകാര പോരുകൾ അഴിക്കപ്പെടുന്ന രാത്രിയാണ്. ഏത് വലിയ കെട്ടാണെങ്കിലും ഏത് വലിയ പോരാട്ടമാണെങ്കിലും ഇന്ന് രാത്രി അവന്റെ നാമത്തിൽ, അവന്റെ രക്തത്താൽ, ഹല്ലേലൂയ, അവന്റെ ശക്തിയാൽ, അതേ അവന്റെ വചനത്താൽ ഏത് കെട്ടും അഴിയുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി ഇന്ന് രാത്രി പറയുകയാണ്. ഹല്ലേലൂയ. പാപത്തിന്റെ കെട്ടായിരുന്നാലും രോഗത്തിന്റെ കെട്ടായിരുന്നാലും ശാപത്തിന്റെ കെട്ടായിരുന്നാലും ഇന്ന് രാത്രി അഴിക്കുന്ന കർത്താവ് നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. മാറത്ത് പൊൻകച്ച കെട്ടി വെള്ളോട് സദസ്യനായ സദസ്യനായ ഹല്ലേലൂയ അതേ ഉള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, അഗ്നിജ്വാലക്കൊത്ത കണ്ണോട് കൂടിയവൻ, ഹല്ലേലൂയ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കാൽ കൈവശമുള്ളവൻ ഇന്ന് രാത്രി ഹല്ലേലൂയ പത്മോസിലേക്ക് ഇറങ്ങി വന്നതുപോലെ നിന്റെ പ്രതികൂലത്തിലേക്ക് ഇന്ന് രാത്രി ഇറങ്ങി വരികയാണ്. ഗ്ലോറി 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 ഗ്ലോറി. അവൻ നമ്മോട് കൂടെയുണ്ട്, അവൻ നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ യേശു വെറുതെ വന്നതല്ല കേട്ടോ. അല്ല, യേശുവിന്റെ വരവിന് നിരവധി ഉദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് പകരമായി മരിച്ച് പാപമോചനം നൽകി തരിക എന്നുള്ളതായിരുന്നു. 1 തിമോത്തി 1:15 യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ എന്ന് പറയുന്നു. ശ്രദ്ധിക്കൂ, പ്രധാനപ്പെട്ട സന്ദേശത്തിലേക്ക് ഞാൻ കടന്നു വരുന്നു. എന്തിനാണ് കർത്താവ്, ദൈവശക്തിയാകുന്ന കർത്താവ് ഈ മനുഷ്യന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നത്? അല്ലെങ്കിൽ ആ മനുഷ്യനോട് ഇടപെട്ട ദൈവശക്തിയുടെ പ്രത്യേകത എന്തായിരുന്നു? സാത്താനിക ശക്തിയുടെ പ്രത്യേകത എന്താണ് നമ്മൾ കണ്ടു? കൊല്ലുകയാണ്, തകർക്കുകയാണ്, ഇല്ലാതാക്കുകയാണ്, നശിപ്പിക്കുകയാണ്, നരകത്തിലേക്ക് വിടുകയാണ്, അതെ അരിഷ്ടതാവ സൃഷ്ടിക്കുകയാണ്. എന്നാൽ ബൈബിൾ പറയുന്നു ഹല്ലേലൂയ, നമ്മുടെ പാപം ഒന്ന് വിടുവിച്ച് നമ്മെ വീണ്ടെടുത്ത് പാപമോചനം നൽകി നമ്മെ നിത്യതയുടെ മക്കളാക്കി തീർക്കുവാനാണ് ഈ ദൈവശക്തിയായ യേശു നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത്. ശ്രദ്ധിക്കൂ, മനുഷ്യനെ അലട്ടുന്ന ഒരു മൗലിക പ്രശ്നമാണ് പാപം എന്ന് പറയുന്നത്. പാപം മനുഷ്യന്റെ ആത്മാവിലും പ്രാണനിലും അവന്റെ ദേഹത്തിലും മാത്രമല്ല പ്രവർത്തിച്ചത്, അവന്റെ മനോബോധമണ്ഡലങ്ങളിൽ പ്രവർത്തിച്ച് എന്താണെന്നറിയാമോ, അവന് വ്യതിയാനം വരുത്തുകയാണ്. പാപം ഒരു സാധാരണ കാര്യമല്ല എന്ന് രാത്രി മറന്നു പോകരുത്. പാപത്തെക്കുറിച്ച്, പാപത്തിന്റെ ഘടനയെക്കുറിച്ച് റോമാലേഖനം 7-ാം അധ്യായം 18 മുതൽ വായിക്കുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ചിന്തകൾ വളരെ ശ്രദ്ധാകരമായ ഒരു കാര്യമാണ്. അവിടെ പാപത്തിന്റെ വ്യാപാര ശക്തി, പാപത്തിന്റെ അസാധാരണത്വം എങ്ങനെയാണ്, പാപത്തിന്റെ ഘടന എങ്ങനെയാണ് മനുഷ്യനിൽ പ്രവർത്തിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ആ വാക്യങ്ങൾ ഒന്ന് വായിക്കാമല്ലോ. എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. ഇച്ഛിക്കാത്ത തിന്മ എത്രയോ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം. ഇവിടെ പറയുന്നു നന്മ ചെയ്യാൻ ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ ഇച്ഛിക്കാത്ത തിന്മയത്തെ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഇച്ഛിക്കാത്ത തിന്മ പ്രവർത്തിക്കാൻ തക്കവണ്ണം പ്രത്യേകതയുള്ളതാണ് നമ്മുടെ ജഡ ശരീരം എന്ന് പറയുന്നത്. അതിൽ തുടർന്ന് പറയുന്നുണ്ട്, എന്റെ ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന് ന്യായപ്രമാണം സന്തോഷിക്കുന്നു, എന്നാൽ എന്റെ ശരീരത്തോട് പോരാടുന്ന ഒരു പാപത്തിന്റെ പ്രമാണം എന്റെ അവയവങ്ങൾ കാണുന്നുണ്ട്, അതെന്നെ ബദ്ധനാക്കുന്നു. എന്നിട്ട് തുടർന്ന് പറയും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തെ ആർ വിടുവിക്കും? ഇതാണ് പാപത്തിന്റെ പ്രത്യേക പ്രവർത്തനം എന്ന് പറയുന്നത്. ഒരിക്കലും നന്മയിലേക്ക് പോകുവാൻ കഴിയുകയില്ല. ആഗ്രഹമുണ്ടെങ്കിലും ഇച്ഛിക്കാത്ത തിന്മ പ്രവർത്തിക്കുവാൻ നമ്മെ സ്വാധീനിക്കുന്ന, നമ്മെ ആഗ്രഹിപ്പിക്കുന്ന ഈ ശരീരം, ഈ പാപനിമിടമായ ഈ ശരീരത്തെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് പാപം എന്ന് പറയുന്നത് ഒരു മൗലിക പ്രശ്നമാണെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. റോമാലേഖനം 3:23 വാക്യത്തിൽ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. ഒരു വ്യത്യാസവുമില്ല.
അത്ര ഭയാനകമാണ് പാപം എന്ന് പറയുന്നത്. ഈ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ദൈവമക്കളെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഈ പാപം എന്തൊക്കെയാണ് ഏദൻ തോട്ടത്തിൽ ഉണ്ടാക്കിയതെന്ന് നമുക്ക് വചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും. ഒന്നാമത് ആത്മീയ മരണം ഉണ്ടാക്കി, ദൈവമായുള്ള വേർപാടുണ്ടാക്കി, ദൈവത്തോടുള്ള വേർപാട്, ദൈവത്തോടുള്ള ആ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയിട്ട് ഹല്ലേലൂയ വേർപെട്ടുപോയി, ആത്മീയ മരണം ഉണ്ടാക്കി, തേജസ് നഷ്ടപ്പെടുത്തി, ഹല്ലേലൂയ ശാരീരിക മരണം ഉണ്ടാക്കി, അതേ ജീവിത ക്ലേശങ്ങൾ ഉണ്ടാക്കി, രോഗങ്ങൾ, കഷ്ടതകൾ, അനർത്ഥങ്ങൾ, ഇതെല്ലാം അതേ പാപത്തിന്റെ പരിണിത ഫലമാണ്. നിത്യമായ മരണമുണ്ടാക്കി, ഹല്ലേലൂയ നിത്യമായ താഴ്ച ഉണ്ടാക്കി. ഈ പാപം ഹല്ലേലൂയ മനുഷ്യനെ തകർത്തു കളഞ്ഞു. ഹല്ലേലൂയ ടോട്ടൽ ഡിപ്രാവിറ്റി ഉണ്ടാക്കി എന്ന് പറഞ്ഞ വലിയ താഴ്ച ഉണ്ടാക്കി. അവൻ ഒരിക്കലും ദൈവത്തോട് അടുക്കാൻ കഴിയാതെ വണ്ണം അവന്റെ ആത്മാവിന്റെ ഭരണകത്വം മാറിയിട്ട് ഹല്ലേലൂയ ജഡം അതേ അവനെ ഭരിക്കുവാൻ തുടങ്ങിയെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇവിടെ ചോദിക്കുന്നുണ്ട്, ഈ പാപത്തിന് തന്നെ ആർ വിടുവിക്കുമെന്ന്. എന്നാൽ മനുഷ്യൻ ഈ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ സൃഷ്ടിച്ചുണ്ടാക്കി. ഒന്നാമത് ജ്ഞാനമാർഗത്തിലൂടെ അവൻ പാപമോചനത്തിന് ശ്രമിച്ചു. രണ്ടാമത്തത് അവൻ കർമ്മമാർഗത്തിലൂടെ ശ്രമിക്കുന്നു. മൂന്നാമത്തത് അവൻ ഭക്തി മാർഗത്തിലൂടെ ശ്രമിക്കുന്നു. നാലാമത്തത് പുതിയ മാർഗത്തിലൂടെ, ആധുനിക മാർഗത്തിലൂടെ അവൻ ശ്രമിക്കുകയാണ്. 4 മാധ്യമങ്ങളിലൂടെ അവൻ പാപമോചനം പ്രാപിക്കുവാൻ തക്കവണ്ണം അതേ ശ്രമിക്കുമ്പോൾ ഹല്ലേലൂയ അതെല്ലാം പരാജയപ്പെടുന്നതാണെന്നാണ് വചനം പറയുന്നത്. കർമ്മമാർഗത്തിനോ ഭക്തി മാർഗത്തിനോ ഹല്ലേലൂയ ജ്ഞാനമാർഗത്തിനോ മനുഷ്യനെ അവന്റെ പാപം വിടുവിപ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ സൃഷ്ടിതാവിന് മാത്രമേ സൃഷ്ടിയുടെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുകയുള്ളൂ. ഏതു അല്ലാത്ത ഒരു മാർഗത്തിനും ഹല്ലേലൂയ അതേ പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് വചനം വ്യക്തമായി പറയുന്നുണ്ട്. എന്താണ് തിരുവചനം പറയുന്നത്? രക്ഷയെക്കുറിച്ച് എന്താണ് തിരുവചനം പറയുന്നത്? ആർക്കാണ് പാപമോചനം പ്രാപിക്കാൻ കഴിയുന്നത്? പാപമോചനം മനുഷ്യൻ ആവിഷ്കരിച്ച ഒരു മാർഗത്തിനും പാപമോചനം ലഭിക്കാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, പാപമോചനം നൽകുവാൻ ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് വചനത്തിലേക്ക് ഒന്ന് കടന്നു വരാം. പിതാവാം ദൈവത്തിന്റെ സാക്ഷ്യം, യോഹന്നാന്റെ പുസ്തകം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഹല്ലേലൂയ തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്നവൻ ഹല്ലേലൂയ അതേ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് ദൈവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ പിതാവാം ദൈവം പറയുകയാണ്, പുത്രനിലൂടെയാണ് പാപമോചനം നടക്കുന്നത്. രണ്ടാമത് ദൂതന്റെ സാക്ഷ്യം, ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ, അവൾ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്കൊണ്ട് യേശു എന്ന് പേരിടേണമെന്ന് ഹല്ലേലൂയ ദൂതന്റെ സാക്ഷ്യമാണ്. മൂന്നാമത് ഹല്ലേലൂയ പഴയ നിയമ എഴുത്തുകാരുടെ സാക്ഷ്യമാണ്. അത് വായിക്കാം. യെശയ്യാവിന്റെ പ്രവചനം 9-ാം അധ്യായം 6-ാം വാക്യവും 11-ാം അധ്യായം 1-2 വാക്യത്തിലും വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. പഴയ നിയമ പുസ്തകത്തിലെ പ്രവാചകന്മാരുടെയും എഴുത്തുകാരുടെയും ആത്മാവിലുള്ള സാക്ഷ്യമാണ്. ആർക്കാണ് പാപങ്ങൾ വിടുവിക്കാൻ കഴിയുന്നത്? വായിക്കാം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനം പ്രഭു എന്ന പേർ വിളിക്കും. അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. 11-ാം അധ്യായം 1-2 വാക്യം കൂടെ വായിക്കാം. 11-ാം അധ്യായം 1-2. ഒരു ഗുണം പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവശ്യിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവഭക്തിയുടെയും ആത്മാവ് തന്നെ. ഇവിടെ പറയുന്ന അനവധി നിരവധി വാക്യങ്ങൾ പഴയ നിയമത്തിലുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട 2 വാക്യമാണ്. അതേ പഴയ നിയമ പുസ്തകത്തിന്റെ സാക്ഷ്യമാണ് ഞാൻ പറഞ്ഞത്. അതേ യഹോവയായ ദൈവത്തിന്റെ സാക്ഷ്യം, ദൂതന്റെ സാക്ഷ്യം, പഴയ നിയമ പുസ്തകത്തിലെ സാക്ഷ്യം, അല്ലെ അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം. അതാണ് ഞാൻ പറഞ്ഞത്. പ്രവൃത്തി 4-12
മറ്റൊരുത്തൻ രക്ഷയില്ല എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. അതേ പ്രവൃത്തി 16-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലൂടെ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുവാൻ അപ്പോസ്തലന്മാർ പറയുന്നുണ്ട്. യോഹന്നാന്റെ സാക്ഷ്യം, യോഹന്നാൻ അതേ സ്നാപകന്റെ സാക്ഷ്യം ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 27-30 വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് തന്റെ ശിഷ്യന്മാരോട് യേശു നോക്കി പറയുന്നുണ്ട്. ഇതാ അനവധി നിരവധി സാക്ഷ്യം ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും സാക്ഷ്യമാണ്. കോടിക്കണക്കിന് ദൈവദാസന്മാരുടെ സാക്ഷ്യമാണ്. അനേക രക്തസാക്ഷികളായി ജീവിച്ച് മരിച്ചവരുടെ സാക്ഷ്യമാണ്. ഹല്ലേലൂയ. എബ്രായർ 12-ാം അധ്യായം വായിക്കുമ്പോൾ ഇതാ സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമ്മുടെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. ഇന്ന് രാത്രി യേശുവിനെ ഉയർത്തേണ്ട രാത്രിയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പറയട്ടെ, മറ്റൊരുത്തരിലും രക്ഷയില്ലെന്ന് കാണുവാൻ കഴിയുന്നു. പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ പാപങ്ങൾ എന്ന് വിടുതൽ പ്രാപിക്കുവാനായി ഇറങ്ങി വന്നവൻ ഒരുവൻ മാത്രം. മറ്റൊരു ഗ്രന്ഥങ്ങളിലും കാണുവാൻ കഴിയുന്നില്ല, മറ്റൊരു പുസ്തകങ്ങളിലും കാണുവാൻ കഴിയുന്നില്ല. പാപരഹിതനായ, പവിത്രനായ, നിർദോഷനായ, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായ, പഴയ നിയമഭക്തന്മാരെക്കാൾ ശ്രേഷ്ഠനായ, ആധുനിക തത്വജ്ഞാനികളെക്കാൾ ശ്രേഷ്ഠനായ ഈ ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയൊരു ശാസ്ത്രജ്ഞനാണ് ഹക്കിൻസൺ എന്ന് പറയുന്നത്. വലിയ ശാസ്ത്രജ്ഞൻ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഈ ബിഗ് ബാങ് തിയറി വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ബിഗ് ബാങ് തിയറി ഒക്കെ ശരിയാണെങ്കിലും അതിന്റെ പിമ്പിൽ പ്രവർത്തിച്ച ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട്. അതാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അല്ലേ? വചനം പറയും, നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ദൈവം അനാദിയായും ശാശ്വതമായും ദൈവമാണ്. എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് ആണ്. ദൈവങ്ങളെ പറയട്ടെ, വചനം നമ്മളെ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ഭൂമിയെയും ഭൂമണ്ഡലം നിർമ്മിക്കുന്ന മുമ്പ് നമ്മുടെ ദൈവം ഉണ്ട് എന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. ഈ പ്രപഞ്ചം ഉണ്ടാകുന്ന മുമ്പ് നമ്മുടെ ദൈവം ഉണ്ടായിരുന്നു. അതിനുശേഷം മറ്റ് ഹല്ലേലൂയ അതെ ആരാധന ആ വ്യക്തികളൊക്കെ ഉണ്ടായത് പ്രപഞ്ചം ഉണ്ടായതിനു ശേഷമാ. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത ഞാൻ പറയട്ടെ, പ്രപഞ്ചമുണ്ടാകുന്ന മുമ്പ് അനാദിയായും ശാശ്വതമായും ദൈവമായിരുന്നു. ഹല്ലേലൂയ. അതേ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നിത്യതയ്ക്ക് ആദിയും അന്തവുമില്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന് ആദിയും അന്തവുമില്ല. അവൻ വലിയ ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തെ കുറിച്ച് വെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറയുന്ന ആ തിയോളജൻ പറഞ്ഞൊരു ഡെഫിനിഷൻ ഇപ്രകാരമാണ്. ഞാൻ പറയട്ടെ, അനന്തനും നിത്യനും മാറ്റമില്ലാത്തവനും ശക്തി, ഹല്ലേലൂയ അതെ നീതി, വിശുദ്ധി, കരുണ, കൃപ, സ്നേഹം എന്ന സത്തയോടുകൂടിയ ആത്മാവാകുന്നു ദൈവം. ഹല്ലേലൂയ. എല്ലാ സ്വഭാവ ഗുണശ്രേഷ്ഠതയുമുള്ള പാപരഹിതനായ നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി മനുഷ്യനായി ഇറങ്ങി വന്ന കാര്യമാണ്, ചരിത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ തിരുവെടുത്ത് പറയുന്നത്, യേശു തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ പോകുന്നില്ല. യേശു തന്നെ പറഞ്ഞു. യേശു എന്തിനാ വന്നതെന്ന് യേശുവിന് അറിയാമായിരുന്നു. ഇടയ്ക്ക് യേശു ശിഷ്യന്മാരോട് പറയുമായിരുന്നു, അതേ പുരോഹിതന്മാർ ഞാൻ പിടിക്കപ്പെടും, ഞാൻ ക്രൂശിക്കപ്പെടുമെന്ന് പറയുമായിരുന്നു. യേശു വരുന്നതിന് ഏതാണ്ട് 800 വർഷങ്ങൾക്ക് മുമ്പ് എന്തു പറയുന്നു? മോശയിലൂടെ പോലും ദൈവപുത്രൻ മശിഹാ തമ്പുരാൻ പാപമോചനത്തിനായി ഇറങ്ങി വരുമെന്ന് ഹല്ലേലൂയ വചനം വ്യക്തമായി പറയുന്നു. ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്തപ്പോൾ ദൈവത്തിന്റെ ദൂത് വന്നു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന്. അത് യേശുവാണ് സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത്. നമ്മളെല്ലാം പുരുഷന്റെ സന്തതിയാണ്. യേശു ദൈവത്തിന്റെ സന്തതിയാണ്. ഹല്ലേലൂയ. ആ കർത്താവിനെയാണ് ഇന്ന് രാത്രി ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ചത്. ആമേൻ എന്ന് പറയട്ടെ. എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ സമയമായിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. അപ്പോൾ പാപമോചനം നൽകുവാൻ കഴിയുന്നവൻ യേശു മാത്രമാണ്. ആ ദൈവശക്തി മാത്രമേ കഴിയത്തുള്ളൂ. പാപമോചനത്തിന്റെ ഉറവിടവും അടിസ്ഥാനവും എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. 2 വാക്യങ്ങൾ പറഞ്ഞ വാക്കുകൾ വിരമിക്കുന്നു. എബ്രാഹിം 10:11 വാക്യത്തിൽ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ശത്രു തന്റെ പാദപീഠമാകുവോളം യേശു കാത്തിരിക്കുകയാണ്. 1 പത്രോസ് 2:24 നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് ഹല്ലേലൂയ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിലുകൾ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു എന്ന ദൈവത്തിന്റെ വചനം കാണുവാൻ കഴിയുന്നു. യോഹന്നാൻ യേശു നോക്കി പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊടുക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. അതെ പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായം 31-ാം വാക്യം വായിക്കുമ്പോൾ യേശു
പാപമോചകനാണെന്നും രക്ഷകനാണെന്നും വ്യക്തമായി കാണുവാൻ കഴിയുന്ന വാക്യമൊന്ന് വായിക്കാം. പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായം 31-ാം വാക്യം വായിക്കുമ്പോൾ യേശു രക്ഷകനാണെന്നുള്ള കാര്യം അവിടെ വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. അവനാണ് പാപമോചനത്തിന്റെ ഉറവിടവും അടിസ്ഥാനവും യേശു ക്രിസ്തു മാത്രമാണെന്ന് കാണുവാൻ കഴിയും. വായിക്കാം. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലങ്കയാൽ കേട്ടോ. പാപമോചനം നൽകുവാൻ രക്ഷിതാവായും പ്രഭുവായും ദൈവം തന്റെ വലങ്കരത്താൽ ഉയർത്തിയിരിക്കുന്നു. പാപമോചനത്തിന്റെ ഉറവിടവും അടിസ്ഥാനവും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമാണ്. 2, പാപമോചനത്തിന്റെ മുഖാന്തരം യേശുവിന്റെ രക്തമാണ്. ലേവ്യ പുസ്തകം 17-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ, രക്തത്തിലാണ് ജീവനിരിക്കുന്നത്. ഒന്ന് വായിച്ചാട്ടെ പെട്ടെന്ന്. ഹല്ലേലൂയ, ലേവ്യ 17:11 വായിച്ചാട്ടെ. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. കേട്ടോ, രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തം. അപ്പോൾ മനുഷ്യൻ പാപം ചെയ്ത് നിത്യമായി നഷ്ടപ്പെട്ടു പോയപ്പോൾ പാപത്തിൽ നിന്നും മറുവില കൊടുത്ത് വീണ്ടെടുക്കണമെങ്കിൽ പാപരഹിതമായ രക്തം ഉണ്ടാക്കണം. ഒന്ന് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വന്നത്. കാരണം മനുഷ്യനിൽ നിന്നും പാപരഹിതമായ രക്തമില്ല, പ്രപഞ്ചത്തിൽ പാപരഹിതമായ രക്തമില്ല, മൃഗങ്ങളിൽ പാപരഹിതമായ രക്തമില്ല, എല്ലാം പാപത്തിന്റെ മയമായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ, പാപരഹിതമായ രക്തം, ആ രക്തത്തിലാണ് ജീവനിരിക്കുന്നത്. അതേ, ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, പാപം ചെയ്ത പഴയ നിയമത്തിലെ ഹല്ലേലൂയ അതേ വചനമാണ്. പഴയ നിയമത്തിൽ യാഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ പാപം ചെയ്ത വ്യക്തി ഹല്ലേലൂയ ഊനമില്ലാത്ത ഒരു മൃഗത്തിന്റെ രക്തം ഹല്ലേലൂയ ജീവൻ അതേ പാപമോചനത്തിനായി കൊടുക്കണമായിരുന്നു. പാപപരിഹാര ദിവസം അത് കൊടുക്കുമായിരുന്നു എന്ന് ലേവ്യ പുസ്തകം 16-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. അത് തന്നെയാണ് എബ്രായ ലേഖനം 9-ാം അധ്യായം 11 മുതൽ 15 വരെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരമാണ്, ആട്ടുകൊറ്റന്മാരുടെ രക്തത്താലല്ല, പശുക്കിടാങ്ങളുടെ രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ ഒരിക്കലായിട്ട് അല്ലെ ദൈവമന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് സാധിച്ചു എന്നാണ് പറയുന്നത്. 1 യോഹന്നാൻ 1:7 മുതൽ 9 വാക്യം വായിക്കുമ്പോൾ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. മത്തായി 26:28 വായിക്കുമ്പോൾ ഇതാ പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന എന്റെ പുതിയ നിയമ രക്തം എന്ന് പറയുന്നു. ആമേൻ. റോമാലേഖനം 3-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ ഈ ഹല്ലേലൂയ നീതിമാനായ യേശുവിന്റെ രക്തം ഇതാ പാപമോചനത്തിനായി വീണ്ടെടുപ്പിനായി നിർത്തിയിരിക്കുന്നു എന്ന് വചനം കാണുവാൻ കഴിയുന്നുണ്ട്. ഈ വചനത്തിലൂടെ ഒന്ന്, പാപമോചനത്തിന്റെ ഉറവിടം അടിസ്ഥാനം യേശു ക്രിസ്തുവാണ്. പാപമോചനത്തിന്റെ ഹല്ലേലൂയ അതേ മുഖാന്തരം യേശുവിന്റെ രക്തമാണ്. പാപമോചനത്തിന്റെ വ്യവസ്ഥ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, പാപികൾക്ക് വേണ്ടി ക്രൂശിൽ വന്ന് മരിച്ചടക്കപ്പെട്ട യേശു എന്റെ ദൈവമാണെന്നും എന്റെ കർത്താവാണെന്നും വിശ്വസിക്കുന്ന മാത്രയിൽ ആ വ്യക്തിക്ക് പാപമോചനം ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ പുസ്തകം സുവിശേഷം 3-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അതെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ അവൻ അധികാരം കൊടുത്തു എന്ന് കാണുവാൻ കഴിയുന്നത്. റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യം വായിക്കുമ്പോൾ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അല്ലെങ്കിൽ അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടുമെന്ന് കാണുവാൻ കഴിയുന്നു. അപ്പോൾ പാപമോചനത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഹല്ലേലൂയ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതാണ്. ഇനി പാപമോചനത്തിന്റെ കാരണം ദൈവകൃപയാണെന്ന് കാണുവാൻ കഴിയുന്നു. ദൈവമക്കളെ മറന്നു പോകരുത്. ഹല്ലേലൂയ. അതേ, എഫേസ്യർ അതേ 2-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ കൃപയാലത്രേ നിങ്ങൾ വിശ്വാസം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുവാൻ ഇതെല്ലാം നടന്നത് ദൈവത്തിന്റെ കൃപയാണ്. കൃപ നമ്മളെ തേടിയെത്തിയതാണ്. കൃപയിലൂടെയാണ് ആ ക്രൂസിൽ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തിയത്. ഇന്ന് രാത്രി ക്രൂസിലേക്ക് ഒന്ന് കടന്നു വരാട്ടെ. അല്ലെ, 2 കള്ളന്മാരുടെ നടുവിൽ സ്വർഗത്തിൽ
സ്വർഗത്തിനും ഭൂമിക്കും മധ്യത്ത്, ഭൂമിയുടെ മധ്യത്ത് അല്ലെ നിന്ദിക്കപ്പെട്ട് കള്ളനാക്കപ്പെട്ട് ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്ന യേശുവിന്റെ രംഗം ഇന്ന് രാത്രി നീ മറന്നു പോകരുത്. എന്തിനു വേണ്ടെന്നറിയാമോ? പാപരഹിതനായവൻ, പാപമില്ലാത്തവൻ, ഹല്ലേലൂയ, നാം പാപികളായതുകൊണ്ട് നമ്മുടെ പാപം യേശുവിന് മേൽ ചുമത്തിയിട്ട് അവൻ ക്രൂശിന്മേൽ പിടഞ്ഞു മരിക്കുന്ന ആ രംഗം ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകട്ടെ. എന്തിനു വേണ്ടിയാണ് മരിച്ചത്? അതെ, നമ്മെ സ്നേഹിക്കുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ, പിശാചിനോട് കൂടെ നിത്യ മരണം അതെ ലഭിക്കാതിരിക്കുവാൻ. നോക്കണമേ, ആ ദൈവത്തിന്റെ ശക്തിയുടെ പ്രത്യേകത അവൻ പാപത്തിൽ നമ്മെ മോചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ, ആ പാപമോചനത്തിനായി ഇന്ന് രാത്രി കർത്താവിന്റെ ക്രൂശിലേക്കൊന്ന് അടുത്തു വരാം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്കൊന്ന് അടുത്തു വരാം. ഹല്ലേലൂയ, എല്ലാ കണ്ണുകളും അടച്ച് കർത്താവേ, ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ആരെങ്കിലും യേശു രക്ഷകനായി സ്വീകരിക്കാനുണ്ടെങ്കിൽ ഇന്ന് രാത്രി മറ്റൊരു